ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് TP രാമകൃഷ്ണൻ MLA. ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിന് കരുതലായി CSCO അഭയം പദ്ധതി. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൽ ആകാശ ഇടനാഴി 48 മീറ്റർ വീതിയിൽ തന്നെ നിർമ്മിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ കടൽ ഉൾവലിഞ്ഞത് ആശങ്കയ്ക്കിടയാക്കി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചെന്നും TP രാമകൃഷ്ണൻ MLA. മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടന്നു. മേപ്പയ്യൂർ ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്തിന്റെ നേട്ടങ്ങളുടെ ചിത്ര പ്രദർശനം, തൊഴിൽ മേള, സ്മാർട്ട് ക്ലിനിക്ക്, ഹരിതകർമ്മസേന വോളണ്ടിയർമാർക്കുള്ള ആദരം, കേരളോത്സവം വിജയികൾക്കുള്ള ട്രോഫി വിതരണം എന്നിവയും വികസന സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. മേപ്പയ്യൂർ TK കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് MLA പറഞ്ഞു. ശേഷിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും പരിഹാരമാകും. അതിന് സഹായകരമായ നിലയിൽ മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ പരിഗണിക്കാൻ വികസനം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗവൺമെന്റ് ആ നിലയിൽ കണ്ടുകൊണ്ട് ഇനി മേപ്പയ്യൂർ പഞ്ചായത്തിന്റെ വികസനം നമുക്ക് ഏതെല്ലാം ബാക്കിയുണ്ട് അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനം ഭാവിയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. എല്ലാ വികസന പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുള്ളതാണ് ഗവൺമെന്റ് ജനങ്ങൾക്ക് മുമ്പിൽ നൽകുന്ന ഉറപ്പ്. ആ ഉറപ്പ് കൂടി പരിഗണിച്ചുകൊണ്ട് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT രാജൻ അധ്യക്ഷനായിരുന്നു. മേലടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C പ്രസന്ന വികസന രേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NP ശോഭ, സ്ഥിരം സമിതി അധ്യക്ഷരായ VP രമ, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, NK സത്യൻ, V സുനിൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിന് കരുതലായി CSCO അഭയം പദ്ധതിയിൽ 17ാമത് വീടിന്റെ തറയിടൽ കർമ്മം നിർവഹിച്ചു. സാഫി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇബിച്ചിക്കോയ കർമ്മം നടത്തി. കോഴിക്കോട് കടുപ്പിനിയിലെ ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിനാണ് CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17ാമത് തറയിടൽ കർമ്മം നടത്തിയത്. സാഫി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇബിച്ചിക്കോയ കർമ്മം നിർവഹിച്ചു. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് CSCO എന്ന് അദ്ദേഹം പറഞ്ഞു. CSCOയെ കുറിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ഞാനും കുറച്ചു കാലമായി CSCOയുടെ പല പ്രവർത്തനങ്ങളും പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ ഒരു ആശ്രയമായിട്ടാണ് എനിക്ക് CSCOനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ കരുണയും സ്നേഹവും ആർദ്രതയും ഒക്കെ ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് അതിനെ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണ ഒരു പേരിന് മാത്രം സംഘടന എന്നതിലപ്പുറത്തേക്ക് പ്രവർത്തന രംഗത്ത് മികവ് പുലർത്തുന്ന ഒരു സംഘടനയായി CSCOനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ CSCO ഒരുപാട് പ്രവർത്തന മേഖലയിലുണ്ട്. ചില പ്രവർത്തന മേഖലയൊക്കെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് K നൌഷാദ് അലി, ട്രഷറർ PP അബ്ദുള്ള കോയ, സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, അഭയം ചെയർമാൻ PK മൊയ്തീൻ കോയ, CA ഉമ്മർ കോയ, കൺവീനർ PM മെഹബൂബ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൽ ആകാശ ഇടനാഴി 48 മീറ്റർ വീതിയിൽ തന്നെ നിർമ്മിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേ ഉന്നത അധികാരികൾക്ക് നിവേദനം നൽകുമെന്ന് വർക്കിംഗ് ചെയർമാൻ സി ചാക്കുണ്ണി പറഞ്ഞു. മുൻകാലങ്ങളിലില്ലാത്ത ദുരിതമാണ് തീവണ്ടി യാത്രക്കാരും പൊതുജനങ്ങളും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികൾ മൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മേന്മകൾ മനസ്സിലാക്കിയും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ പദ്ധതിക്ക് വൻ സ്വീകാര്യതയും സഹകരണവും ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ ആകാശ ഇടനാഴിയുടെ വീതി കുറയ്ക്കൽ പദ്ധതി നടത്തിപ്പിനെ ബാധിക്കാനും അനുബന്ധ നിർമ്മിതികളിൽ ഘടനാപരമായ മാറ്റം വരുത്തുന്നതിനും കാലതാമസത്തിനും ഇടവരുത്തുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയാർ സി ചാക്കുണ്ണി പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് എല്ലാവരെയും വളരെയധികം ആശങ്കയിലാക്കുന്ന പ്രഖ്യാപനം വന്നത്. 48 മീറ്റർ വീതിയുള്ള ആകാശപാത 24 വീതിയാക്കി ചുരുക്കുന്നതിന്റെ യുക്തി സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. മാത്രമല്ല, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ തന്നെ അവിടുത്തെ മാളുകളും ഭോജനശാലകളും മറ്റെല്ലാം സിനിമാ തിയേറ്ററെല്ലാം സന്ദർശിക്കാൻ അനുമതി നൽകുന്നുണ്ട്. അപ്പോൾ ആ യാത്രക്കാരുടെ തിരക്ക് ഒരുക്കുമ്പോൾ ഈ ആകാശപാത ചുരുക്കുന്നത് അപകട സാധ്യത വരെയുണ്ട്. ഇക്കാര്യത്തിൽ പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. കരാർ നൽകിയ പദ്ധതി പ്രകാരം തന്നെ സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എ വി അനൂപ്, ഉത്തരേന്ത്യൻ കൺവീനർ ഡോക്ടർ കെ എസ് ജോൺസൺ, കേരള റീജിയൻ വൈസ് ചെയർമാൻ എ ശിവശങ്കരൻ എന്നിവർ നിവേദനം സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമന്വയത്തിന്റെ പാതയിലൂടെ ആകാശ ഇടനാഴി 48 മീറ്റർ വീതിയിൽ തന്നെ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരും ജനപ്രതിനിധികളും യാത്രാ സംഘടനകളും യോജിച്ച് പ്രവർത്തിക്കണമെന്നും സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Surprise! Happy birthday! Friends and party time, it's flavors and party time. Friends and party time, it's flavors and party time. A party, party. A party, party, no ice cream party time. Just come in, taste it, you love it. Milma ice cream, friends and nothing flavors. Bobby Chamanur International Jeweler. അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമുമായി മൈജിയുടെ എപ്പിക് ഷോറൂം കോഴിക്കോട് തൊണ്ടയാട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ഈ ചടങ്ങിലേക്ക് വന്ന് ഇത്രയും വലിയൊരു വിജയമാക്കി തീർത്ത നല്ലവരായ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി. ഇത് ശരിക്കും മൈജിയുടെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പിക് ഷോറൂം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ വീടുകളിലേക്കുള്ള എല്ലാ അപ്ലയൻസുകളും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള, അത് അവിടെ വെച്ച് തന്നെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം എനിക്ക് തോന്നുന്നത് അത് ആദ്യമായിട്ടാണ് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ ഇല്ലാത്ത ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും തൊണ്ടയാട് മൈജി ഫ്യൂച്ചറിലുള്ളത്. സോ കം ആൻഡ് എൻജോയ്, കം ആൻഡ് എക്സ്പീരിയൻസ് ദ എപ്പിക് ഷോപ്പിംഗ് ലെവൽ എക്സ്പീരിയൻസ് ഫ്രം മൈജി ഫ്യൂച്ചർ ഷോറൂം അറ്റ് കോഴിക്കോട് തൊണ്ടയാട്. എല്ലാവരും വന്ന് സ്വയം ആസ്വദിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നിറക്കൂട്ട് ചിത്ര പ്രദർശനം നടന്നു. ചിത്രകാരികളുടെ കൂട്ടായ്മയിലെ 14 അംഗങ്ങളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. നിറക്കൂട്ട് കൂട്ടായ്മയിലെ 2ാമത്തെ പ്രദർശനമാണ് നടന്നത്.
വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചിത്രകാരികളുടെ കൂട്ടായ്മയായി 2021 നിറക്കൂട്ടിന് രൂപം നൽകിയത്. 33 പേരാണ് കൂട്ടായ്മയിലുള്ളത്. ഇതിൽ ആതിര സനീഷ്, പുഷ്പവല്ലി, ഡോക്ടർ അഹല്യ കോവിലമ്മ, ഷീജ രാജൻ, ജിജി സുരേഷ്, ഉമാരാധാകൃഷ്ണൻ, മഞ്ജുള, ആശ അഭിലാഷ്, ഡോക്ടർ രഞ്ജു, വിജിഷ വരുൺ, ഡോക്ടർ ടി അനുഷ മോഹൻ, കെ മഞ്ജുള, രഞ്ജിനി അനൂപ്, അർച്ചന കൃഷ്ണൻ എന്നിവരുടെ രചനകളാണ് ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചത്. 2021 ഞങ്ങളൊരു ലൈവ് ക്യാമ്പ് നടത്തിയിരുന്നു നഗന്ത ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ചെയ്ത സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ഒരു എക്സിബിഷൻ 2023 ചെയ്തു. അതിനുശേഷം ഇത് 2ാമത്തെ എക്സിബിഷനാണ്. ജീവിതത്തിൻ്റെ പല മേഖലയിലുള്ളവർ ഈ ഗ്രൂപ്പിലുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, പ്രൊഫസറുണ്ട്, പിന്നെ ആർട്ട് ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ റിട്ടയർഡ് ആയവരുണ്ട്, വീട്ടമ്മമാരുണ്ട്. ഈ കലാജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ചില സുഹൃത്തുക്കൾ കൂടിയാണ് ഇവരെല്ലാവരും. അവരെല്ലാവരും സപ്പോർട്ടോടുകൂടി നിറക്കൂട്ടുന്ന ഈ ഒരു സംഘടന നല്ല രീതിയിൽ 4 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നു. നിറക്കൂട്ട് പെയിന്റിംഗ് പ്രദർശനം ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഷാജു നിരവത്ത്, ഷീബ ലോഹി, ജയറാണി, പ്രസാദ്, പ്രതിഭ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ കടൽ ഉൾവലിഞ്ഞത് ആശങ്കയ്ക്കിടയാക്കി. പോലീസ് എത്തി സന്ദർശകരെ ഒഴിപ്പിച്ചു. എന്നാൽ ഒക്ടോബറിനു ശേഷം ഈ അവസ്ഥ പതിവാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ബുധനാഴ്ച വൈകിട്ടോടെയാണ് കടൽ ഉൾവലിഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടത്. തീരത്തോട് ചേർന്ന് കടൽ പിൻവലിഞ്ഞ സ്ഥലത്ത് കനത്ത ചെളിയും അടിഞ്ഞിരുന്നു. ഒക്ടോബറിന് ശേഷം ഇത്തരത്തിലുള്ള പ്രതിഭാസം പതിവാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിയുടെ വ്യാപനം തടയാൻ വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തണമെന്ന് ടൗൺ ഇൻസ്പെക്ടർ CS ശ്രീജിഷ പയ്യാനക്കൽ HSSൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറവും പയ്യാനക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSSും സംയുക്തമായി ലഹരിക്കെതിരെ നാടകവും ഭക്ഷണ വിതരണവും നടത്തി. ചടങ്ങ് ടൗൺ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ CS ശ്രീഷിത ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുകയും ലഹരിയുടെ വ്യാപനം തടയാൻ വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തുകയും വേണമെന്ന് അവർ പറഞ്ഞു. ഫോക്ക് ആർട്സ് രക്ഷാധികാരി സക്കറിയ പള്ളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി റഹീന കൊളത്തറ, NSS പ്രോഗ്രാം ഓഫീസർ K ധന്യ, O ഷാജി, K ശ്രീകുമാർ, RP അനുപമ, K ഷാജഹാൻ, സാലിഹ് മഞ്ചേരി, P സഹദേവൻ, റസിയ ചിറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ പയ്യാനക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിഭാഗത്തിന്റെ തെരുവ് നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ചായ. ചായ വിളി തുടങ്ങി. ഉഷ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, കോഴിക്കോട്. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ്
ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എലത്തൂർ പുതിയ നിരത്ത് ജെട്ടി റോഡ് അങ്കനവാടി കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OP ഷിജിന നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർമാരും അങ്കനവാടി ജീവനക്കാരും സംബന്ധിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ചെട്ടിക്കുളം വാർഡിൽ 35 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന എലത്തൂർ പുതിയ നിരത്ത് ജെട്ടി റോഡ് നമ്പർ 19 അംഗൻവാടി കെട്ടിട പ്രവൃത്തിയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OP ഷിജിന നിർവഹിച്ചു. ഒരു അംഗൻവാടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ടീച്ചർ പൂച്ച മക്കളെ കൊണ്ടുപോകുന്ന പോലെ ഓരോ വീടുകളിലേക്ക് മാറി മാറി ഒരു 11 മാസം എഗ്രിമെന്റ് എഴുതി അവിടെ നിന്നും അടുത്തതിന് എങ്ങോട്ടെന്നുള്ള ആ ഒരു വേവലാതി എത്രയായാലും മനസ്സിലുണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ടീച്ചറെയും ടീച്ചർ മക്കളെയും നമുക്ക് സേഫ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഒരു അടിത്തറ തന്നെ നമ്മളിവിടെ ഈ ഒരു അംഗൻവാടി ജെട്ടി റോഡ് അംഗൻവാടി എന്ന പേരിൽ നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. കൗൺസിലർ VK മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. കൺവീനർ E സുനിൽകുമാർ, കോഴിക്കോട് കോർപ്പറേഷൻ മുൻ ചെയർമാൻ M രാധാകൃഷ്ണൻ, വാർഡ് വികസന കൺവീനർ K വിജയൻ, ജെട്ടി റോഡ് ഈസ്റ്റ് റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് T സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2024 മികച്ച ടെലിവിഷൻ ജനറൽ റിപ്പോർട്ടിംഗിനുള്ള കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ P ഉണ്ണികൃഷ്ണൻ അവാർഡിന് 24 ന്യൂസ് കോഴിക്കോട് ബ്യൂറോ സീനിയർ റിപ്പോർട്ടർ സമീർ C മുഹമ്മദ് അർഹനായി. PTA ജനറൽ മാനേജറായിരുന്ന P ഉണ്ണികൃഷ്ണന്റെ കുടുംബവും കാലിക്കറ്റ് പ്രസ് ക്ലബും ചേർന്നാണ് 15,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഏർപ്പെടുത്തിയത്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ അവാർഡ് പരമ്പരയിലെ രണ്ടാമത്തെ അവാർഡാണ് P ഉണ്ണികൃഷ്ണൻ അവാർഡ്. നമ്മുടെ കേരളത്തിലെ ടെലിവിഷൻ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. PTA ജനറൽ മാനേജറായിരുന്ന P ഉണ്ണികൃഷ്ണന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബം പ്രസ് ക്ലബുമായി ചേർന്നാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. 15,000 രൂപയാണ് അവാർഡ് തുക. ഇത്തവണത്തെ അവാർഡിന് അർഹനായിരിക്കുന്നത് 24 ന്യൂസിലെ സീനിയർ റിപ്പോർട്ടർ സമീർ C മുഹമ്മദാണ്. അദ്ദേഹം കോഴിക്കോട് ബ്യൂറോയിലാണ് ജോലി ചെയ്യുന്നത്. 2024 ജൂൺ 22 സംപ്രേഷണം ചെയ്ത സാഫല്യം ഭവന പദ്ധതി തകിടം മറിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ P ഉണ്ണികൃഷ്ണൻ അവാർഡിന് സമീർ C മുഹമ്മദ് അർഹനായത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഭൂമിയും വീടുമില്ലാത്ത പാവപ്പെട്ടവർക്ക് പാർപ്പിടം ലഭ്യമാക്കുന്ന പദ്ധതി പ്രകാരം കോഴിക്കോട് ചേളന്നൂരിൽ നിർമ്മിച്ച ബഹുനില കെട്ടിടം കെടുകാര്യസ്ഥതയെ തുടർന്ന് നാശത്തിന്റെ വക്കിലായതാണ് വാർത്തയുടെ ഉള്ളടക്കം. മുതിർന്ന ദൃശ്യമാധ്യമ പ്രവർത്തകരായ PT നാസർ, KP രമേശ്, കാലിക്കറ്റ് പ്രസ് ക്ലബ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡയറക്ടർ VE ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ നിർണയിച്ചതെന്ന് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദും സെക്രട്ടറി PK സജിത്തും അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ വഴങ്ങോട് സ്വദേശിയായ സമീർ C മുഹമ്മദ് 2013 മുതൽ ദൃശ്യമാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്യുന്നു. ചാലിയത്തൊടി മുഹമ്മദ് ഖദീജ ദമ്പതികളുടെ മകനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മടവൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബിത തോട്ടാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ജവഹർ പൂമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. PK സുലൈമാൻ, സിന്ധു മോഹൻ, B സലാം, CK ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹപ്രഭ, ശ്രീജ അടുക്കത്തുമ്മൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചെറുട്ടി റോഡ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ലോക മാനസികാരോഗ്യ ദിനത്തിൽ വൈകുണ്ഠാമൃതം നാരായണീയം 100ാം ദശകം പാരായണം നടത്തി. പരിപാടികൾക്ക് PS വിജയകുമാർ, PR സുനിൽ സിംഗ്, AP സായി നാരായണൻ, PN ഗോപികുമാർ, T
TV നാരായണൻ, K ചന്ദ്രൻ, T രാജൻ എന്നിവർ നേതൃത്വം നൽകി. എലത്തൂർ ഗസൽ പുതിയ നിരത്തിന്റെ നേതൃത്വത്തിൽ കരോക്കെ ഗാന മത്സരം സംഘടിപ്പിച്ചു. MS ബാബുരാജിന്റെ പാട്ടുകളായിരുന്നു മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പുതിയ നിരത്ത് ഗസൽ ഓഫീസിന് സമീപം നടന്ന പരിപാടിയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ 60ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. പ്രസിഡന്റ് സന്തോഷ് നിസ്വാർത്ഥ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നിസാർ നങ്ങത്താടത്ത്, വൈസ് പ്രസിഡന്റ് കുഞ്ഞി മൊയ്തീൻ, കൗൺസിലർ VK മോഹൻദാസ്, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് TP രാമകൃഷ്ണൻ MLA. ഓട്ടോ ഡ്രൈവറുടെ കുടുംബത്തിന് കരുതലായി CSCO അഭയം പദ്ധതി. റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൽ ആകാശ ഇടനാഴി 48 മീറ്റർ വീതിയിൽ തന്നെ നിർമ്മിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ കടൽ ഉൾവലിഞ്ഞത് ആശങ്കയ്ക്കിടയാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.